എന്തൊരു എളുപ്പമല്ലേ? അതെ അതെ, പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വയലിൽ പണിയെടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഈ നിലവിഴുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പണി തന്നെയാണ്. മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ, നടു ഒടിയാറായി. എന്റെ പത്തിലും വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ എന്തേലും ചെയ്. ഐഡിയ, ആ കാണുന്ന കൊട്ടയ്ക്കകത്തേക്ക് നമുക്ക് വേഗം ചാടി കേറാം. ഇപ്പോഴാണ് നിലവിഴുന്നതിന്റെ ഒരു കുട്ടൻസ് കിട്ടിയത്. അല്ല, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ? യമരാജന്റെ പോത്ത് നമ്മളെ കൊണ്ടുപോകുമെന്നാണോ? നമ്മൾ ജീവനോടെ തന്നെ ഉണ്ട് മോട്ടോ. യമരാജന്റെ പോത്തിനെ ആരും ഇതുവരെ നേരിട്ട് കണ്ട ചരിത്രം ഉണ്ടായിട്ടില്ല. ഈ യമരാജനൊക്കെ ഉണ്ടോ? നമ്മുടെ പുരാണങ്ങളിൽ അത് എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ആരും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് പത്ലു എന്ന മനുഷ്യനെയാണ് കൊണ്ടുവരേണ്ടത്. അദ്ദേഹത്തിന്റെ ജീവൻ രേഖ അവസാനിച്ചിരിക്കുന്നു. അത് കണ്ടു ചിത്രഗുപ്ത, ആ പത്ലു വയലിൽ ഇരിക്കുന്നത്. നീ എന്തായി കാണിച്ചത്? വേഗം ചെല്ലു ചിത്രഗുപ്ത, ആ ലാപ്ടോപ്പ് തിരിച്ചെത്തിച്ചേ പറ്റൂ. സകല ജീവജാലങ്ങളുടെയും ജീവന്റെ കണക്കുകൾ അതിലാണുള്ളത്. ഇതെന്ത് കുന്തവാ? ഇതെവിടുന്നാ വന്നത്? അല്ല, ഇത് ലാപ്ടോപ്പ് ആണല്ലോ. ഇതിപ്പോ എവിടെന്നാ വീണേ? ആ വിമാനത്തുനിന്ന് വീണതെന്നാ തോന്നുന്നേ. പത്ലു, എന്തായി മേഘം താഴോട്ട് ഇറങ്ങി വരുന്നത്? എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അതെ, അതൊരു മനുഷ്യനാണല്ലോ. വരൂ, നമുക്ക് അവരോട് ചെന്ന് ചോദിക്കാം. നമുക്കും അവരുടെ കൂടെ ആ മേഘത്തിൽ സഞ്ചരിക്കാൻ പറ്റുമോ? എന്റെ മോട്ടോ, അത് മനുഷ്യനല്ല, യമരാജനാണ്. സാക്ഷാൽ യമരാജൻ. ഈ ലാപ്ടോപ്പ് അദ്ദേഹത്തിന്റെ ആയിരിക്കോ? ചിത്രഗുപ്ത, എത്രയും പെട്ടെന്ന് ആ ലാപ്ടോപ്പ് കണ്ടുപിടിക്കൂ. അതിൽ പത്ലുവിന്റെ മരണ ദിവസം കുറിച്ചിട്ടുണ്ട്. അതെങ്ങാനും ഡെലിറ്റ് ആയാൽ നമുക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. വേഗം അന്വേഷിക്കേ. യമരാജ് എന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. എന്നെ കൊണ്ടുപോകാൻ വന്നത് തന്നെയാ. മോട്ടോ, ഞാൻ നിന്നെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നില്ല. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ മോട്ടോ, വേഗം ചെയ്യേ. ഞാൻ കൂടെയുള്ളപ്പോ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല പത്ലു. പക്ഷെ നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ, ഈ സമൂസയുടെ സ്വാദ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഹലോ സാറേ, ഇത് കഴിച്ചോളൂ. ഇന്നാ എന്താ ഇനിയും വേണോ? ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ വളരെ കൊള്ളാൻ പത്ലു. ഇനി യമരാജന് നമ്മളെ തൊടാൻ പോലും പറ്റില്ല. ചിത്രഗുപ്ത, അത് നോക്കൂ, അവരുടെ സാമർത്ഥ്യം കണ്ടോ? നമ്മുടെ വാഹനവുമായിട്ടാണല്ലോ അവന്മാര് പോകുന്നത്. വന്നാലും ആ മനുഷ്യന്റെ വാഹനത്തിൽ നമുക്കും അവരെ പിന്തുടരാം. ഈ വാഹനം ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ചിത്രഗുപ്ത. മോട്ടു പത്ലു, ഇതെന്താ ബാലക്കാരുടെ കൂട്ട്? നിങ്ങളെന്താ ബാലെ കളിക്കാൻ പോവാണോ? വത്സ, നീ ആരെയാണ് മോട്ടു എന്ന് വിളിക്കുന്നത്? നാം യമരാജനാണ്. യമരാജൻ. പിന്നെ ഇത് ചിത്രഗുപ്തൻ. ഓഹോ, നിങ്ങൾ യമരാജനാണോ? പിന്നെ ഇത് ചിത്രഗുപ്തനും? അതേ സുഹൃത്തെ, ഇദ്ദേഹം യമധർമ്മനാകുന്നു. യമലോകത്ത് നിന്ന് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. യമലോകത്ത് നിന്ന് വന്നതാണോ? ഞാൻ ഇന്ന് തന്നെ നിങ്ങളെ യമലോകത്തേക്ക് അയക്കുന്നുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഈ തലേ കിരീടവും വെച്ചിങ്ങനെ വേഷമൊക്കെ മാറി വന്ന എനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? ഇപ്പൊ കാണിച്ചു തരാം. വിടൂ, വിടൂ. എന്താണ് ഈ കാണിക്കുന്നത്? നമുക്ക് വേദനിക്കുന്നു. ഇത് ഒടുക്കത്തെ പശയാണല്ലോ. പത്ലുവിന്റെ മീശ എന്തായാലും വലിച്ചു നോക്കാം. യമരാജൻ, രക്ഷിക്കൂ. നീ ഞങ്ങളുടെ മീശ പിടിച്ചു പറിച്ച് ഞങ്ങൾ അപമാനിച്ചിരിക്കുന്നു. അതിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. രക്ഷിക്കൂ യമരാജൻ, രക്ഷിക്കൂ. അറിയാതെ പറഞ്ഞു പോയതാ. എന്നെ രക്ഷിക്കൂ, പാപ്പാക്കൂ. കൊള്ളാലോ, ഇത് സ്വാദിഷ്ടമായ ഭക്ഷണമാണല്ലോ.
ആ മോട്ടു, എന്റെ ചങ്ക്, എന്റെ സുഹൃത്തെ, ഈ പോത്തിന്റെ പുറത്ത് കയറി എങ്ങോട്ടായി പോകുന്നത്? ഡോക്ടർ ജഡ്ക, ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ. യമരാജൻ ഞങ്ങളുടെ പുറകിൽ തന്നെ വരുന്നുണ്ട്. ഈ ലാപ്ടോപ്പിൽ എന്റെ ജീവൻ രേഖയുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അവരിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഇതൊന്ന് നശിപ്പിക്കേ. നീ എന്തൊക്കെയായി പറയുന്നത്? ഒന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനെ നശിപ്പിക്കാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും കഴിയുന്നില്ല. മോട്ടു, നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്ക്. ഞങ്ങൾ നിങ്ങളെ ശരണം പ്രാപിച്ചു വന്നിരിക്കുകയാണ്. ഓ പത്ലു, എന്റെ ചങ്ക്, എന്റെ സുഹൃത്തെ, ഞാനുള്ളപ്പോ നിന്നെ ആരും തൊടില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം. ഓഹോ, അപ്പോൾ നീയാണല്ലേ ഇവരെ രക്ഷിക്കാൻ പോകുന്നത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. യമരാജാ, ഓടിക്കോ. ഞാനൊരു പാവൻ ഡോക്ടറാണ്. രക്ഷിക്കണേ. എന്റെ അമ്മോ, ഈ മോട്ടുപത്ലു ഏത് വണ്ടിയിലാണ് സവാരി ചെയ്തത്? ഏയ്, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. ഇത് പറ, ഇത്രയും സ്പീഡിൽ നിങ്ങൾ എങ്ങോട്ടായി പോണത്? വണ്ടി നിർത്ത് വേഗം. ഇതിനെ ഇപ്പൊ പിടിച്ചു നിർത്താൻ പറ്റില്ല, കാരണം ഇത് പത്ലുവിന്റെ ഒരു ജീവിത പ്രശ്നമാണ്. ഇത് ഏത് വണ്ടിയാണ്? ഏത് മോഡലാണ്? സ്റ്റോപ്പ്, ഇൻ ദ നെയിം ഓഫ് ലോ, സ്റ്റോപ്പ്. സാറേ, ഇത് യമരാജന്റെ പോത്താണ്. ഇതിനെ പിടിച്ചു നിർത്തുക പ്രയാസമാണ്. സോറി സാറേ, ഇതെന്റെ ജീവന്റെ പ്രശ്നമാണ്. ഡോണ്ട് മൈൻഡ്. ഇംപോസിബിൾ, ഇംപോസിബിൾ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ സ്വപ്നം കാണാണോ? വണ്ടി നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വെടിവെക്കും. എന്റെ അമ്മോ. എന്തായിരുന്നു അത്? ഒരു സൈക്കിളിനെ കൊണ്ട് എങ്ങനെ മോട്ടോർ സൈക്കിളിനേക്കാൾ വേഗത്തിൽ പോകാൻ സാധിക്കും? ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. എന്താണത്? മോട്ടു പത്ലു, നിങ്ങൾക്ക് എവിടുന്നാ ഇത്ര വലിയ മീശ കിട്ടിയത്? വണ്ടി നിർത്ത്, എന്നോട് മറുപടി പറ. ക്ഷമിക്കണം വത്സ, നമ്മൾ കുറച്ച് തിരക്കിലാണ്, നിർത്താൻ പറ്റില്ല. ആരാണ് ഈ വത്സൻ? ആരാണവൻ? എന്റെ പേര് ചിങ്കം എന്നാണ്, ഇൻസ്പെക്ടർ ചിങ്കം. മര്യാദക്ക് നിർത്തിക്കോ, ഇതെന്റെ ഒരു ഓർഡറാണ്. വണ്ടി നിർത്താൻ ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു. എങ്കിൽ തന്നെ എന്റെ തല പെരുത്തിരിക്കുകയാണ്. എനിക്കിപ്പോൾ നിർത്തുവാൻ സാധിക്കില്ല. നീ പുറകിൽ വന്നോളൂ പുത്രൻ. ആരാണ് ഈ പുത്രൻ? അപ്പൊ പറഞ്ഞു വത്സൻ, ഇപ്പൊ പറയുന്നു പുത്രൻ. ആരാണത്? യമരാജൻ ഇങ്ങ് അടുത്തെത്തി. പോത്തിന്റെ സ്പീഡ് കൂട്ടിയേ പറ്റൂ. എന്റെ അമ്മോ, എന്താ ഈ സംഭവിക്കുന്നത്? ആരെങ്കിലും ആ വണ്ടി ഒന്ന് നിർത്തൂ, നിർത്താൻ. ഞാൻ പറയുന്നത് അനുസരിക്കണം, നിർത്താൻ. നിർത്താനാണ് പറയുന്നത്. ഇത് അധിക പറ്റായി പോയി. യമരാജന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക ഇംപോസിബിൾ, ഇംപോസിബിൾ. ഏയ്, ഇത് എന്റെ ഡയലോഗാണ്, നിങ്ങളത് പറയരുത്. ഈ സംഭവിക്കുന്നതൊന്നും നടക്കാൻ പാടില്ലാത്തതാണ്. ഇംപോസിബിൾ. ഞാൻ എന്നല്ല പറഞ്ഞത്, എംപോസിബിൾ എന്നാ പറഞ്ഞത്. എം എന്ന് പറഞ്ഞാൽ യമൻ. എം. യാ, യാ, ഉസ്, ഉസ്, ഉർർ. ഇനി നമ്മളെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. കളി കഴിഞ്ഞു, പോകാനുള്ള സമയമായി. ആ ലാപ്ടോപ്പ് എനിക്ക് തരൂ. സകല ജീവജാലങ്ങളുടെയും ജനന മരണ കണക്കുകൾ അതിലാണുള്ളത്. നിങ്ങൾ പത്ലുവിനെ കൊണ്ടുപോവില്ലെന്ന് ആദ്യം എനിക്ക് വാക്ക് തരൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ ലാപ്ടോപ്പിലുള്ള എല്ലാ എൻട്രികളും ഡെലിറ്റ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതെനിക്കൊരു 8ന്റെ പണിയായി തീരും. ആരെയൊക്കെ കൊണ്ടുപോകണം, നിർത്തണമെന്ന് അറിയാതെയായി പോകും. നിനക്ക് ഇതിലുള്ള എൻട്രീസ് ഡിലീറ്റ് ചെയ്യാൻ അറിയാമോ? അതൊന്നും അറിയില്ല, എങ്കിലും പറഞ്ഞവരെ ഒന്ന് പേടിപ്പിക്കാലോ. ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യരുത് വത്സ. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞങ്ങൾ തരാൻ തയ്യാറാണ്. എനിക്ക് എന്റെ കൂട്ടുകാരന്റെ ജീവിതം തിരിച്ചു തരൂ. മോട്ടുവിനോട് പറ ആ ലാപ്ടോപ്പ് ഇങ്ങ് തിരിച്ചു തരാൻ, ഇല്ലെങ്കിൽ പത്ലുവിന് പകരം അവനെ കൊണ്ടുപോകുമെന്ന് പറ. അപ്പൊ കണ്ടോ, 1 സെക്കൻഡ് കൊണ്ട് ആ ലാപ്ടോപ്പ് ഇങ്ങ് തിരിച്ചു തരും. താങ്കൾക്ക് ഉറപ്പുണ്ടോ മഹാരാജൻ? എനിക്കെന്തോ അക്കാര്യത്തിൽ വലിയൊരു പന്തികേട് തോന്നുന്നുണ്ട്. നീ കണ്ടോ, അവനവന്റെ കാര്യം വരുമ്പോൾ മനുഷ്യൻ അവന്റെ എല്ലാ ബന്ധങ്ങളും മറക്കുന്നതായിരിക്കും. അവൻ സ്വയം രക്ഷപ്പെടാനേ ശ്രമിക്കൂ. ശരി, നിങ്ങളുടെ സൗഹൃദത്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. എന്നാൽ പത്ലുവിന് പകരം നിന്നെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്.
എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അവിടെ നല്ല ചൂടുള്ള സമോസയൊക്കെ കിട്ടുമല്ലോ അല്ലേ? പറ്റില്ല, മോട്ടുവിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വരാം, എന്നെ കൊണ്ടുപോയിക്കോളൂ. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ആര് എങ്ങോട്ടായി പോകുന്നത്? നാം സന്തുഷ്ടനായിരിക്കുന്നു. മോട്ടു, നീ ഒരു ധീരനാണ്. എന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടുക എന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ പത്ലുവിന്റെ ഇനിയുള്ള ജീവൻ നാം ദാനമായി നൽകുന്നു. നിങ്ങളുടെ സൗഹൃദം എന്ന് നിലനിൽക്കട്ടെ. എന്റെ അമ്മോ, നിങ്ങൾ എത്ര എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ ഒന്ന് താഴേക്ക് വിട്. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ അമ്മോ, വേണ്ട യുവരാജാവേ, വേണ്ട, എന്നെ താഴേക്ക് ഇടരുത്. താങ്കൾ എന്നോട് ക്ഷമിക്കണേ. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. Watch India's largest kids library only on Jio Hotstar. Download the app now.